ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സൈക്കിക് മീഡിയം ടാരോ കൺസൾട്ടന്റുമാണ്. പേഴ്സണൽ കൺസൾട്ടേഷൻ വേണ്ട ആളുകൾ തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എൻ്റെ ആത്മകഥയുടെ ചാപ്റ്റേഴ്സ്, അതിൻ്റെ മെയിൻ കണ്ടൻസുകൾ, അതിൻ്റെ അറിവുകളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാനിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ എപ്പിസോഡ്സ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണും. അതുകൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളും മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ തന്നെയും എൻ്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒക്കെയും ഞാൻ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ കാണുക. രോഗശാന്തി വേണ്ട ആളുകളൊക്കെ, ബ്ലെസ്സിങ് വേണ്ട ആളുകളൊക്കെ തന്നെ അത് കണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളുടെ ഫർദർ ആയിട്ടുള്ള സ്പിരിച്വൽ പ്രൊസീജിയേഴ്സിനെ പറ്റി ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ഒരു അധ്യായം എന്ന് പറയുന്നത് അധ്യായം 10, 197 പേജ്. ഒരു PhD ഗവേഷക എന്ന നിലയിൽ ലിത്വേനിയയിലെ എൻ്റെ ജീവിതവും 2017 ഒക്ടോബറിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പപ്പയുടെ മരണവും, അതാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. അപ്പം 197 പേജ് നമുക്ക് നോക്കാം. അതിൽ ഞാനിങ്ങനെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ആത്മീയ സ്നേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ നാം എല്ലാവരും ഓരോ നിമിഷവും വിരിഞ്ഞു നിൽക്കുന്ന ഒരു പുഷ്പമാണ്. നമ്മെ തന്നെയും മറ്റുള്ളവരെയും ഹൃദയത്തിൻ്റെ ആർദ്രമായ പരിചരണവും കൃപയുടെ മൃദുസ്പർശവും നൽകി പരിപോഷിപ്പിക്കുവാനുള്ള ജീവിതയാത്രയിലാണ് നാം ഏവരും. തെരേസ. 2016 അവസാനത്തോടു കൂടിയാണ് ലിത്വേനിയയിൽ വീണ്ടും എൻ്റെ PhD ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരികെ എത്തിയത്. ഇവിടെ ഒരു PhD ഗവേഷക എന്ന് പറയുന്നത് അധ്യാപനം, വിവിധ പ്രൊജക്റ്റുകൾ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ പോകുവാനും എനിക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അക്കാലത്ത് എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ സഹോദരിയോടുകൂടെ ബാംഗ്ലൂരിലായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെ മദ്യത്തോടുള്ള ആസക്തി പലപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് എൻ്റെ സഹോദരിയും മമ്മിയും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ഇവിടെ ലിത്വേനിയയിൽ താമസിക്കുന്ന എൻ്റെ മനസ്സമാധാനത്തിനെ ബാധിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു യൂറോപ്യൻ രാജ്യമായ ലിത്വേനിയയുടെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പോടുകൂടി ധനസഹായം ലഭിച്ചാണ് എനിക്ക് PhDയുടെ സീറ്റ് ലഭ്യമായത്. അതിന് ഈശ്വരൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ പഠനത്തിന് വേണ്ടി ഒരുപാട് രീതിയിലുള്ള ദൈവിക ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ സമയങ്ങളിൽ എൻ്റെ പപ്പയുടെ മദ്യപാനത്തിനെ തുടർന്ന് അവരുടെ വീട്ടിലുണ്ടാകാറുള്ള കോലാഹലങ്ങളും വഴക്കുകളും കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന എൻ്റെ മമ്മിയുടെ മോശമായ ആരോഗ്യ പ്രശ്നങ്ങളും ഒരു രീതിയിൽ എന്നെ ലിത്വേനിയയിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന എന്നെ വൈകാരികമായി ഏറെ തളർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ചേർന്ന് പപ്പയെയും മമ്മിയെയും വളരെയധികം നന്നായി പരിപാലിച്ചു പോന്നു. 2017 ഒക്ടോബറിൽ ഒരു ദിവസം എൻ്റെ സഹോദരി എന്നെ വിളിച്ച് പപ്പയുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണെന്നും ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നും നീ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ എത്തണമെന്നും അറിയിച്ചു. ഞാൻ ആ സമയത്ത് ലിത്വേനിയയിൽ തനിച്ചായിരുന്നു. വിഷ്ണു തൻ്റെ പഠനത്തിന് ശേഷം ദുബായിൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു അത്. മാത്രമല്ല, വിഷ്ണുവിന് അന്ന് എന്നോട് ഇഷ്ടമാണെന്ന് അറിയാമായിരുന്നെങ്കിലും എൻ്റെ ഇഷ്ടം ഞാൻ തുറന്ന് സമ്മതിക്കുകയോ അത് വിവാഹത്തിൽ എത്തിക്കണമെന്ന് തുറന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സമയമാണ്. കാരണം മതവും സാമൂഹികവും സാമ്പത്തികവുമായ വിവിധ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വിവാഹ ജീവിതം ഞാൻ അന്നൊന്നും സ്വപ്നം കണ്ടിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തീർത്തും തനിച്ചായിരുന്ന സമയമായിരുന്നു അത്. അതിന് പിന്നിൽ വളരെ വലിയൊരു റീസൺ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹത്തിലേക്ക് പോകണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ സഹോദരി വിളിച്ചതും ഈ വാർത്ത അറിഞ്ഞത് മുതൽ എന്നെ വളരെയധികം വേദനിപ്പിക്കുകയും സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഇന്ത്യൻ സുഹൃത്തായ ശാന്തിയെ വിളിക്കുകയും കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ശാന്തി ഉടൻ തന്നെ തൻ്റെ സുഹൃത്തുക്കളുമായി ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്തു. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ പപ്പയെ കാണുവാനായി നാട്ടിൽ എത്രയും പെട്ടെന്ന് എത്തണമായിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ വിൽനിയസ് വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട വിസ്കി വാങ്ങുവാനും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് ചോക്ലേറ്റുകളും വിസ്കിയും ഞാൻ വാങ്ങിവെച്ചു.
ഇപ്പോഴത്തെ അവസ്ഥയിൽ പപ്പയ്ക്ക് മദ്യം കൊടുക്കരുത് എന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരുമെന്ന എൻ്റെ വിശ്വാസം കൊണ്ടാണ് ഞാനത് വാങ്ങിയത്. അങ്ങനെ ബോർഡിംഗ് പാസ് വാങ്ങി ഞാൻ അവിടെ നിന്നിരുന്ന എയർ ഹോസ്റ്റസിന്റെ കയ്യിൽ അത് നൽകുകയും ചെയ്തു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ അളിയനെ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ വിമാനം കയറാൻ പോവുകയാണെന്നും നാളെ എപ്പോഴാണ് അവിടെ എത്തുക എന്നും അറിയിച്ചു. എന്നാൽ മറുവശത്തു നിന്നുള്ള അളിയന്റെ പ്രതികരണം എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും തകർക്കുന്ന ഒന്നായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ടിറ്റി, പപ്പ പോയി. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് പപ്പ ഭേദപ്പെട്ട് വരുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ ഞാൻ വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം എന്നെ അറിയിച്ചിരിക്കുകയാണ് പപ്പ എന്നെ വിട്ടു പോയി എന്ന്. ഈ ഒരു വാർത്ത എനിക്ക് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. തിരിച്ചെന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ തരിച്ചു നിന്നു. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയും കണ്ണിന് മുന്നിലെല്ലാം മങ്ങുന്നതായും തോന്നി. ആ നിമിഷം എനിക്ക് അസഹനീയമായ നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു. എൻ്റെ പിതാവിനായി ഞാൻ വാങ്ങിയ ചോക്ലേറ്റും ബിസ്കിയും ഒരു കൈയിലും മറുകൈയിൽ ട്രോളി ബാഗും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ആ അവസ്ഥയിൽ എന്നെ കണ്ട എയർ ഹോസ്റ്റസ് വളരെയധികം ശ്രദ്ധയോടുകൂടി എന്നെ വിമാനത്തിൽ എൻ്റെ സീറ്റിൽ കൊണ്ടിരുത്തി. അവർ തന്നെ എൻ്റെ ചെറിയ ബാഗ് വിമാനത്തിൻ്റെ ക്യാബിനിൽ വെക്കുകയും സീറ്റ് ബെൽറ്റ് ഇടാനായി എന്നെ സഹായിക്കുകയും ചെയ്തു. വിൽനിയസിൽ നിന്നും ഹെൽസിങ്കിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുമായിരുന്നു ഞാൻ വിമാനം ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഹെൽസിങ്കിയിലേക്കുള്ള യാത്രയിൽ എൻ്റെ സഹയാത്രികയായി ഉണ്ടായിരുന്നത് പ്രായമായ ഒരു ഫിന്നിഷ് സ്ത്രീയായിരുന്നു. എൻ്റെ അമ്മയുടെ പ്രായം കാണും. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ എന്നെ ആശ്വസിപ്പിക്കുവാനായി പരമാവധി ശ്രമിച്ചു. അവർ എനിക്ക് ഒരു വലിയ ആശ്വാസം തന്നെ ആയിരുന്നു. എങ്കിലും എൻ്റെ വികാരങ്ങളെയും കണ്ണുനീരിനെയും എനിക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കാരണം ഏകദേശം 2.5 മണിക്കൂർ മുമ്പ് വരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് ഞാൻ കേട്ട വാർത്തയല്ല ഇപ്പോൾ ഞാൻ കേട്ടത്. എൻ്റെ പപ്പ തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ നിന്നും പോയിരിക്കുന്നു. അദ്ദേഹം മരിച്ചിരിക്കുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തലയ്ക്ക് വല്ലാത്ത ഭാരം കൂടുന്നത് പോലെ തോന്നി. ഒക്ടോബർ മാസമായിരുന്നു അത്. കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടെന്ന റിപ്പോർട്ടുകളുള്ള സമയം. അതുമൂലം തന്നെ വിമാനം വൈകിയെത്തിയതും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവേ തെന്നിമാറിയതുമൊക്കെയും ഞാൻ ഓർക്കുന്നു. പെട്ടെന്നുള്ള ആ തെന്നിമാറിൽ കൂടെയുള്ള സഹയാത്രക്കാർ ഭയപ്പെട്ടതും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ എനിക്ക് ആ നിമിഷം തോന്നിയത് എൻ്റെ പപ്പ മരിച്ചു, അതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണോ ഇത് എന്നാണ്. അങ്ങനെ പലതും ഞാൻ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. പപ്പയുടെ ഒപ്പം ഞാൻ ആത്മാവിൻ്റെ ലോകത്തിലേക്ക് ചെല്ലണമെന്ന് പപ്പ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടെ പോകുവാൻ ഞാനും തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാവരും പേടിച്ചു വിറച്ച ആ സമയത്ത് ഞാൻ യാതൊരു ഭയവുമില്ലാതെ ശാന്തയായിരുന്നു. ഞാൻ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തെന്നിമാറൽ എന്നെ ഒരു രീതിയിലും ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഹെൽസിങ്കി വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം അടുത്ത വിമാനത്തിനായി എൻ്റെ ഗേറ്റിൽ നിന്നും ദീർഘദൂരം നടക്കണം. വളരെ ദീർഘമുള്ളതായിട്ടും എനിക്ക് തോന്നി. ഹെൽസിങ്കി വിമാനത്താവളത്തിൻ്റെ ഉൾഭാഗം വളരെ വലുതാണ്. ഗേറ്റുകൾ മാറുന്നതിനായി ഒരുപാട് സമയം സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. ഡൽഹിയിലേക്കുള്ള എൻ്റെ വിമാനത്തിൻ്റെ ഗേറ്റ് ലക്ഷ്യമാക്കി ഞാൻ വളരെ വേഗത്തിൽ നടന്നു. അപ്പോൾ ഒന്നിലേറെ തവണ എൻ്റെ പേര് വിമാനത്താവളത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഡൽഹിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിനായി ജീവനക്കാർ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുമൂലം വിൽനിയസിൽ നിന്നും ഹെൽസിങ്കിയിലേക്ക് വിമാനം എത്തിയപ്പോൾ ഏറെ വൈകിയിരുന്നു. വീണ്ടും വീണ്ടും അവർ ഉച്ചത്തിൽ എൻ്റെ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഓടുവാൻ തുടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങുവാനായി അവിടുത്തെ എയർ ഹോസ്റ്റസുമാരും എന്നെ സഹായിച്ചു. ഒരിക്കൽ കൂടി ഹെൽസിങ്കിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്ര എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. കാരണം ആ സമയത്തും ഞാൻ കരയുകയായിരുന്നു. എൻ്റെ ജനനം മുതൽ ഞാനും പപ്പയും തമ്മിലുള്ള ജീവിത നിമിഷങ്ങൾ എൻ്റെ കൺമുന്നിൽ മിന്നിമായുവാൻ തുടങ്ങി. വിമാനത്തിലെ ശുചിമുറികൾ എൻ്റെ ഹൃദയഭേദകമായ കരച്ചിലിന് സാക്ഷ്യം വഹിച്ചു. എൻ്റെ പിതാവ് ജീവനോടുകൂടി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹവുമായി സ്നേഹബന്ധം പുലർത്തുവാൻ എനിക്കോ അദ്ദേഹത്തിനോ പരസ്പരം സാധിച്ചിരുന്നില്ല. വളരെയധികം കർക്കശക്കാരനും മദ്യപിച്ചു കഴിഞ്ഞാൽ അക്രമാസക്തനുമായ ഒരു പപ്പയെ മാത്രമേ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നുള്ളൂ. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുടെ രക്ഷിതാക്കൾ സ്നേഹത്തോടുകൂടി അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോഴും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെയുള്ള കഥകൾ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുമ്പോൾ
എനിക്ക് തിരിച്ച് മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ കലഹമുണ്ടാക്കുന്ന മമ്മിയെയും പപ്പയെയും കുറിച്ച് മാത്രമേ മനസ്സിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും പങ്കുവെക്കാറില്ലായിരുന്നു. എന്നിരുന്നാലും മദ്യപിക്കാത്ത സമയത്ത് വളരെ ശാന്തനായ ഒരു വ്യക്തിയാണ് പപ്പ. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യം വളരെ വിരളമായിരുന്നു എന്ന് തന്നെ പറയാം. എങ്കിലും മദ്യപാനമില്ലാതിരുന്ന സമയത്ത് വളരെ പ്രസന്നനായ ഒരു പിതാവിനെ ഞാൻ കണ്ടിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ സ്വയം സ്നേഹിക്കുകയും മറ്റുള്ളവരോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ്.